സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. മാർപ്പാപ്പ വിശ്രമം തുടരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തുന്നില്ല എന്ന് വത്തിക്കാൻ. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷവും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്രമം തുടരുകയാണെന്നും ആരെയും കൂടിക്കാഴ്ചയ്ക്ക് സ്വീകരിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗുകളോ പരിപാടികളോ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ല എന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളി വിശുദ്ധ വാരത്തിലെയും ഈസ്റ്ററിലെയും തിരുകർമ്മങ്ങളിലുള്ള പാപ്പയുടെ പങ്കാളിത്തം സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മാർപ്പാപ്പയുടെ സ്ഥാനത്ത് ആരാധനക്രമ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ കർദിനാളുമാരെ നിയമിക്കാനാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുവെന്നും കർദിനാൾ വെളിപ്പെടുത്തി. പാപ്പയ്ക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ രോഗശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്ന് സന്ദേശപ്രവാഹം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും കർദിനാൾ പരോളിൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് തന്റെ പ്രവർത്തനങ്ങൾ നടത്താനും സഭയെ നയിക്കാനും മടങ്ങി വരാനും കഴിയും. ഒരുപക്ഷെ മുൻപത്തെ പോലെ അല്ലായിരിക്കാം. അദ്ദേഹത്തിന് വ്യത്യസ്ത വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്നും കർദിനാൾ പരോളിൻ കൂട്ടിച്ചേർത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നും ആന്റിബയോട്ടിക് ചികിത്സയും മോട്ടോർ ശ്വസന തെറാപ്പിയും തുടരുന്നുണ്ടെന്നും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വത്തിക്കാൻ അറിയിച്ചിരുന്നു. ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് ആശ്രയിക്കുന്നത് കുറച്ചു വരികയാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. ഫെബ്രുവരി 14 മുതൽ 38 ദിവസമാണ് ഫ്രാൻസിസ് പാപ്പ റോമിലെ ജമല്ലി ആശുപത്രിയിൽ കഴിഞ്ഞത്. ആശുപത്രിവാസത്തിന് ശേഷം 2 മാസത്തെ പരിപൂർണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.